ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെ പോലെ ഇന്നും നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ മുഖത്തെ കരുവാൾപ്പും കറുത്ത കുത്തുകളും കുഴികളും ഒക്കെ മാറി കിട്ടും. ആഴ്ച 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. എന്നൊന്നും ചെയ്യണ്ട കേട്ടോ. ആഴ്ച 2 പ്രാവശ്യമൊക്കെ ആഴ്ചയിലെ ആദ്യത്തെ ഒരു ദിവസവും അവസാന ദിവസവും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ആഴ്ച 2 പ്രാവശ്യം നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. വെയിലൊന്നും ഇല്ല, പകൽ സമയത്ത് വലുതായിട്ട് വെയിലൊന്നും ഇല്ല, കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മുടെ പായ്ക്കലൊക്കെ ഇടുമ്പോൾ വൈകിട്ടൊക്കെ ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. കുഴപ്പമില്ല. എപ്പോഴാണെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പക്ഷെ വെയിൽ കൊള്ളാനായിട്ട് പോകരുത്. കുറേയൊക്കെ ചൂടി പോകാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളാരും അങ്ങനെ വെയിൽ കൊള്ളാനായിട്ട് പിന്നെ പോകുന്നില്ലല്ലോ. എല്ലാവരും പേരക്കകത്ത് കയറി ഇരിക്കുന്നവരാണല്ലോ. എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണല്ലോ കൂടുതലും. എൻ്റെ കാര്യം പറഞ്ഞു തന്നേ ഞാൻ കേട്ടോ. എന്നെ ഓടിച്ചിട്ട് അടിക്കല്ലേ. അപ്പോഴേ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും നമ്മുടെ വീഡിയോയ്ക്കകത്ത്. നമുക്ക് അത്ര വലിയ അറിവുകളോ ഒന്നും അല്ല. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ബ്യൂട്ടീഷ്യനോ അത് പഠിച്ചവരോ അല്ല. എന്നെ പോലെയുള്ള ഒത്തിരി എല്ലാവരും കേട്ടോ. കുഞ്ഞു അറിവുകളാണ് നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ എന്തുണ്ടെങ്കിലും ചേച്ചിമാരാണേലും അനിയത്തിമാരാണേലും ചേട്ടന്മാരാണേലും അനിയന്മാരാണേലും പറഞ്ഞൊക്കെ തരണം കേട്ടോ. അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എല്ലാവരും തരുന്ന ലൈക്കിനും കമൻറ്റും ഒക്കെ ഒത്തിരി സന്തോഷം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. രാവിലെ തന്നെ നമുക്ക് മങ്ങലായി ഇവിടെ കേട്ടോ. അങ്ങോട്ട് വെയിലിരുന്ന് അത്ര വെയിലില്ല. എന്താവും ഏതാവും എന്നൊക്കെ വൈകിട്ടാണ് നമുക്കറിയാം കേട്ടോ. നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. ഇന്നും നമുക്ക് നല്ലൊരു പായ്ക്ക് നമ്മുടെ മുഖത്തിട്ട് കൊടുക്കാം. ഇന്നലെ ചെയ്തില്ലെങ്കിൽ ഇന്നലെ നമ്മുടെ കാർക്കൂന്തലൊക്കെ വളർത്തിയത് വളമൊക്കെ ഇട്ട് കൊടുത്തു. ഇന്നേരം നമ്മുടെ മുഖത്ത് നല്ലൊരു പായ്ക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഉള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ ഒരു കിടുക്കാച്ചി മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കോഴിയുടെ എല്ലാം നമുക്ക് കോഴിയില്ല, നമ്മുടെ എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ. 9 രൂപയാണെന്ന് തോന്നിപ്പം കേട്ടോ കോഴി മുട്ടയ്ക്ക്. ഒരു മുട്ട എടുത്തു, അതിൻ്റെ വെള്ളം, പിന്നെ ഗോതമ്പ് പൊടി, പിന്നെ കുറച്ച് നാരങ്ങ നീര് വേണം, പിന്നെ നമ്മുടെ തേൻകുട്ടൻ വേണം, പിന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടി. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ബ്രൂവോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇത്രയും സാധനങ്ങളും കൊണ്ട് നമുക്ക് ഇടുക്കാച്ചി ഒരു പായ്ക്ക് ഉണ്ടാക്കി നമ്മുടെ മുഖത്തൊക്കെ തേച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം. മുട്ട ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണമല്ലോ. തുടച്ച് മാറ്റിയാൽ ശരിയാകത്തില്ല. കുളിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ മുട്ടയുടെ ഫേഷ്യൽ അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. മുട്ടയുടെ വെള്ളയാണ് വേണ്ടത് കേട്ടോ. നമുക്ക് അവനെ അങ്ങോട്ട് തല്ലി പൊട്ടിച്ച് ഞാൻ ഒരു 1.5 സ്പൂണ്, ചെറിയ സ്പൂണാണല്ലോ, 1.5 സ്പൂണ് ഗോതമ്പ് പൊടി മതി കേട്ടോ. 1.5 സ്പൂൺ ഇല്ല കേട്ടോ. ഞാൻ കുറച്ചേ എടുക്കത്തുള്ളൂ. ഞാൻ ഇപ്പോഴും കുറച്ചേ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പന്നലാക്കി കളയണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ വീണ്ടും നാളെ ചെയ്യാമല്ലോ. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്താൽ മതി ഇത്. നമ്മുടെ മുട്ടയുടെ വെള്ള അത് ഒരു മുട്ടയുടെ മൊത്തം അങ്ങ് വെള്ളയൊന്നും എടുക്കാൻ നോക്കരുത്. നമുക്കിതൊന്ന് നമ്മുടെ ഈ ഗോതമ്പ് പൊടിയൊന്ന് കലങ്ങി വരണമല്ലോ, അത്രയും മതി കേട്ടോ. അല്ലാതെ അത്രയും ഫുള്ളായിട്ടൊരു മുട്ടയുടെ ചേർത്ത ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാടാവും കേട്ടോ. നമ്മുടെ ആ ഗോതമ്പ് പൊടി ഒന്ന് മിക്സായി വരുന്ന ആ ഒരു പരുവുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കേട്ടോ. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് നോക്കിയാൽ മതി. ഫുള്ള് നിങ്ങൾ തട്ടി ഒഴിക്കരുത്. ചിലപ്പോൾ ഏറിപ്പോയാൽ നമുക്ക് ഇങ്ങനെ ഒഴുകി വരും. അങ്ങനെ വേണ്ട. പിന്നെ നമുക്ക് നാരങ്ങ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. നാരങ്ങ തന്നെയായിട്ട് നമ്മൾ മുഖത്തിടരുത് കേട്ടോ. വേറെ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മുടെ നാരങ്ങ തന്നെയായിട്ട് നമ്മൾ മുഖത്ത് ഒരിക്കലും അപ്ലൈ ചെയ്യരുത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ തേനും കൂടെ കുറച്ച് നമുക്ക് അളവൊന്നുമില്ല. നമുക്ക് കുറച്ച് നമ്മളെപ്പോഴും എടുക്കുന്നത് കൊണ്ട് നമുക്ക്
ഒരു ഏകദേശം നമുക്ക് അറിയാമല്ലോ. പിന്നെ നമുക്ക് കാപ്പിപ്പൊടിയൊക്കെ തേച്ചിട്ട് നമ്മളിവിടെ ഒരു നിൽക്കും കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇവിടെ മിക്കവാറും എപ്പോഴും ഇവിടെ പിരിവുകാരൊക്കെ വരും. അപ്പോഴാ പിരിവുകാർ ഈ സമയത്ത് വരണം, ഓടും അവർ കേട്ടോ, ഓടും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. കട്ടയൊക്കെ വരും എന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയുടെ ആ കട്ടയൊക്കെ വരും. അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. നിങ്ങൾ ഒത്തിരി സമയമാവത്തില്ല, നിങ്ങളെന്നെ ഓടിച്ചിട്ട് അടിക്കുകയും ചെയ്യും. അപ്പോഴാ മുട്ടയുടെ വെള്ള നമ്മൾ ഒരു മുട്ടയുടെ വെള്ള അങ്ങ് തട്ടിപ്പൊട്ടിച്ച് നിങ്ങൾ ഒഴിക്കരുത് കേട്ടോ. കുറേശ്ശെ ഒഴിക്കരുത്. ഇപ്പം തന്നെ എനിക്ക് അത്രയും ഇട്ടപ്പം തന്നെ ഒരു ഏകദേശം ആയി. അപ്പോൾ ഞാനിതൊന്ന് കലക്കി നോക്കട്ടെ. രാത്രിയിലൊന്നും ചെയ്യേണ്ട, ചേട്ടന്മാർ പേടിച്ചോടും കേട്ടോ. ഇതും കൊണ്ടൊക്കെ ഈ പായ്ക്കൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നാലേ പൊന്നേ ഇറങ്ങി ഓടാൻ വേറെ വഴിയൊന്നും വേണ്ട. ഞാനിവിടെ രാത്രിയിലൊന്നും ചെയ്യത്തില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ ഈ പായ്ക്കുകളൊക്കെ നമ്മൾ വൈകിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മളൊക്കെ ഇതിൽ രാവിലെ കുളിക്കാനുള്ള ആ ഒരു ഇതിൽ നമ്മളൊക്കെ രാവിലെ അങ്ങ് ഇതൊക്കെ അങ്ങ് ചെയ്യും അല്ലേ, വൈകിട്ട് മടിയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പായ്ക്കുകളൊക്കെ വൈകിട്ടിടുന്നതാണ് നല്ലത്. പിന്നെ അത്ര വെയിലില്ലല്ലോ. ഈ പായ്ക്കുകളൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ വെയിലത്ത് ഇപ്പോൾ ആര് വെയിൽ കൊള്ളുന്നു, നമ്മളെല്ലാം പെരെ കയറി ഇരിക്കുന്നവരാണ്. വേണ്ട, മതിയായിരുന്നു കേട്ടോ. അത്ര ഫുള്ള് ഞാൻ എടുത്തില്ല, ഇത്രയും മതി. നമ്മൾ വെയിൽ കൊള്ളാനൊന്നും പോകത്തില്ലല്ലോ. ഇപ്പം എല്ലാവരും പെരയ്ക്കകത്തിരിക്കുന്നവരാ അല്ലേ. ആ സ്പൂണിനകത്ത് ഇരുന്നതും കൂടെ ചിരണ്ടി പറിച്ചൊക്കെ ഇടണം കേട്ടോ. അതും കൂടെ ഇടാനായിരുന്നു ഞാൻ. മതി. ഇത് ഇങ്ങനെ ഈ പരുവത്തിൽ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നോണം കേട്ടോ. മുഖമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യുക. ആദ്യം തന്നെ നമ്മുടെ ആ മുഖത്തിടാൻ പാകത്തിൽ കിട്ടിയോ നോക്കണം നിങ്ങൾ കേട്ടോ. ഈ കണ്ടോ ഈ ഒരു പാകത്തിന് നമ്മൾ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരുപാടങ്ങ് വെള്ളം ഊറി അങ്ങ് പോയാലേ കീഴോട്ടൊക്കെ പോകും കേട്ടോ. ഞായിട്ടുണ്ടെന്ന് ഒരാൾ വന്ന് ചിരിക്കുന്നു കേട്ടോ. അല്ല, അവിടെ നിന്ന് ഒരാൾ ചിരിച്ചു കാണിച്ചു. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ നമുക്ക് കടലമാവായാലും മതി കേട്ടോ. കടലമാവായാലും മതി. ഇങ്ങനെ തേച്ച് കൊടുക്കാം നമുക്ക്. ഞാനെടുത്ത അത്രയും ഗോതമ്പ് പൊടി മതി കേട്ടോ. എപ്പോഴും ഞാൻ ആ ഒരു സ്പൂണിന് അത്രയും എടുക്കത്തുള്ളൂ കേട്ടോ. ഒത്തിരിയായ അധികം കിടക്കും എനിക്കിവിടെ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ ഏകദേശം നമുക്കെല്ലാവർക്കും നമ്മുടെ മുഖത്തിനും നമ്മുടെ ഈ കഴുത്തിനും വേണ്ടി ചെയ്യാമെന്നുള്ള എല്ലാവർക്കും ഇപ്പോൾ ഒരുമാതിരിയൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. ദൈവമേ, നമ്മുടെ സരസ്വ ഇങ്ങോട്ട് ഓടി വരണം. നീ ഇതെന്തോ ചെയ്യുവാന്നൊക്കെ ചോദിക്കും. കാപ്പിപ്പൊടി എടുത്ത് നീ എല്ലാം മുഖത്ത് വാരിയിടുവാന്നൊക്കെ ചോദിക്കും അമ്മ കേട്ടോ. പഴയതിട്ടോ, കഴുകാനുള്ളതൊക്കെ പറക്കി ഇട്ടോ. കാപ്പിപ്പൊടിയൊക്കെ ചിലപ്പം പിടിച്ചാൽ എനിക്ക് തോന്നുന്നു ചില നൈറ്റിക്കകത്തൊന്നും പോകാതൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ കഴുകാനുള്ളതോ പഴയതോ ഒക്കെ പറക്കി ഇട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ, പായ്ക്കുകളൊക്കെ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ അതുപോലെ നമ്മളെ ഇത് പിന്നെ അങ്ങനെ പോകത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ എന്നെ പിടികിട്ടിയില്ല കേട്ടോ. വേണ്ട വെച്ച് ഒരു കട്ടി മാതിരി കേട്ടോ ഈ ഒരു പായ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വെയിലങ്ങ് പോവും. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വല്ലാത്ത മങ്ങല. അപ്പോഴും പിന്നെ എനിക്കൊന്നും കാണാൻ വയ്യ കേട്ടോ, കാണാനേ വയ്യ. അപ്പോഴിത് നിങ്ങളൊരാഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്താൽ മതി. എന്നൊന്നും ചെയ്യേണ്ട കേട്ടോ. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്യാം. എടുത്തത് അത്രയും മതിയായിരുന്നു കേട്ടോ. നല്ല കട്ടിക്കിരിക്കും നമ്മുടെ ഈ പായ്ക്ക് കേട്ടോ. നല്ല പശ മാതിരി.
ആ മുട്ടയുടെ ഇതും തേനും എല്ലാം കൂടെ ചേരുമ്പം വെള്ളമയമല്ല കേട്ടോ. ഞാൻ ഇന്നാളിൽ തട്ടിപ്പൊട്ടിച്ച് ഒരു മുട്ടയങ്ങ് തട്ടിപ്പൊട്ടിച്ചു. പക്ഷെ അത് എനിക്കൊരുപാട് പേടിച്ച് പോയി, കുപ്പി ഏതാണ്ടേ. അപ്പോഴത് ഒരുപാട് കൂടുതലായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ നമ്മൾ ഫുൾ ഒഴിക്കണ്ട കേട്ടോ. അന്ന് എനിക്ക് കൂടുതലായിപ്പോയി. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയും കണ്ടുമൊക്കെ മുട്ടയുടെ വെള്ളം ചേർക്കത്തുള്ളൂ. ഒരുപാട് അങ്ങ് ചേർക്കണ്ട കേട്ടോ. ഒരു മുട്ട ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് വലിയ മുട്ടയാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്കൊരു 20 മിനിറ്റ് ഇങ്ങനെ വെക്കാം കേട്ടോ, ഉണങ്ങട്ടെ. ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല. ഇതായിട്ടങ്ങ് നമുക്കൊരു 20 മിനിറ്റ് കേട്ടോ. 20 മിനിറ്റിനകം ആരെങ്കിലുമൊക്കെ വന്നുണ്ടെങ്കിൽ ഇവിടെ നടത്തി കൂട്ടി ഞാൻ പാത്തിരിക്കും കേട്ടോ. ആരെങ്കിലും വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ പായ്ക്കുകളിട്ടാൽ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യും? ഓടിപ്പോയി കഴിയട്ടെ, നമ്മൾ ഓടിപ്പോയി കഥ തുറക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പാത്തിരിക്കും. ആരോടെങ്കിലും പറയും, ഇവിടെ ആരുമില്ലെന്ന് പറയാം. ആരോട് പറയാനാ അല്ലേ? അപ്പോഴെന്തായാലും ഒരു 20 മിനിറ്റ് ഞാൻ ഇരുന്നിട്ടൊക്കെ വരാം. പിന്നെ നമുക്ക് തുടച്ച് മാറ്റിയോ പിന്നെ എനിക്ക് കുളിക്കാൻ പോകണമല്ലോ. നമ്മുടെ സരസു ഇതുവഴി ഒന്ന് പോയി ഞാൻ പാത്തിരുന്നു കേട്ടോ. സരസുവിനെ കാണാതെ ഞാൻ പാത്തിരുന്നു. അപ്പോഴും നമ്മുടെ പായ്ക്കൊക്കെ 20 മിനിറ്റ് ആയില്ല കേട്ടോ. 15 മിനിറ്റ് ആയേ ഉള്ളൂ. എന്ന് വെച്ചാൽ നന്നായിട്ടങ്ങ് മുറുകി പോകണ്ട കേട്ടോ, നന്നായിട്ടങ്ങ് ഉണങ്ങണ്ട. ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേന് നമുക്കതിൻ്റെ ഒരു ഇത് മനസ്സിലാവും കേട്ടോ. വലിയുന്നത് മാതിരി നമുക്ക് തോന്നും. അപ്പോഴത്തേന് അത് മതി കേട്ടോ. ഒരുപാട് നമുക്കങ്ങ് വലിഞ്ഞും മുറുകണ്ട കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്ത് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. ഞാൻ പെരെ കയറിയിരുന്നത് ഇതാകുമ്പോൾ ഇവിടെ തന്നെ അങ്ങ് വെള്ളം വീണോളൂ കേട്ടോ. പിന്നെ സംസാരിക്കരുത്. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കരുത്. മുട്ട തല്ലിപ്പൊട്ടിച്ച് ഒഴിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലർക്ക് പിടിക്കത്തില്ല. മുട്ട ഇഷ്ടപ്പെടാത്തവർ കാണുമല്ലോ, മുട്ട കഴിക്കാത്തവരും അങ്ങനെയൊക്കെ ഉള്ളത്. അവർ മുഖത്ത് തന്നെ ഇടാൻ വല്ലാത്ത പാടായിരിക്കും. അങ്ങനെയുള്ളവർ മുട്ടയൊന്നും ചേർക്കണ്ട കേട്ടോ. അല്ലാതൊക്കെ ചെയ്താൽ മതി. അല്ലാതെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? സ്മെല്ലൊന്നും അനുഭവപ്പെടത്തില്ല കേട്ടോ. നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്ന അതുകൊണ്ട് വലുതായിട്ട് നമുക്ക് മുട്ട ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തതേ ഇല്ല കേട്ടോ. കൊള്ളാമല്ലേ? പിന്നെ എനിക്കൊരു അക്കടി പറ്റി കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് കാണാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് അത് മനസ്സിലായി. സ്റ്റാൻഡ്, നമ്മുടെ ചെറിയ സ്റ്റാൻഡ് വലുതാണെങ്കിൽ നമുക്ക് പൊക്കത്തി വെച്ചിട്ട് ഇച്ചി താഴ്ത്തിയൊക്കെ നമുക്കൊന്ന് വെക്കാം. പക്ഷെ ഞാനത് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ എന്നാലും മനസ്സിലാവുമല്ലോ നമുക്ക് പറഞ്ഞാൽ. നല്ല എന്താ കറുപ്പൊക്കെ മാറി നമുക്ക് നന്നായിട്ട് നല്ല കളറൊക്കെ വരും കേട്ടോ. കളറെന്ന് പറഞ്ഞാൽ വെളുക്കുന്നതല്ലേ ഞാൻ പറഞ്ഞത്, നന്നായിട്ടങ്ങ് വെളുക്കുന്നല്ല പറഞ്ഞേ. പിന്നെ ഒരു ദിവസം ചെയ്തത് കൊണ്ടൊന്നും നമുക്ക് വ്യത്യാസം മനസ്സിലാവത്തില്ല. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം, തിങ്കളാഴ്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യണം, ഒരു വ്യാഴാഴ്ചയോ അങ്ങനെ ഒരു 2-3 ദിവസം ഇടവിട്ട് 2 പ്രാവശ്യമായിട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇവിടെ അതിൻ്റെ സൗകര്യം എനിക്ക് ഇങ്ങനെ നമുക്ക് കഴുകിക്കളയാം. നമ്മൾ സിറ്റ് ഔട്ടിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേ അല്ലേ. ഇത് നമുക്ക് നന്നായിട്ട് തുടക്കി കളയാം കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അവിടെ അങ്ങ് ഒരുപാടിട്ട് നമ്മുടെ ശക്തിയെല്ലാം കൂടെ എടുത്ത് നമ്മൾ ഇങ്ങനെ ആക്കരുത് കേട്ടോ. മസാജൊന്നും ചെയ്യരുത്. ഇതേ ഉറക്കമൊന്നും ഇല്ലാത്തതിൻ്റെ നന്നായിട്ട് നമ്മുടെ മുഖത്തൊക്കെ കണ്ണിന് ചുറ്റും നല്ലതായിട്ട് ഉറങ്ങുന്നില്ല കേട്ടോ. ഇപ്പം മക്കൾക്ക് ചോറ് കൊണ്ടുപോകാൻ വെളുപ്പാങ്കാലത്തെയൊക്കെ ചാടി എഴുന്നേൽക്കും. 12-1 മണിയാകുമ്പോഴേ ഉറങ്ങത്തുള്ളൂ. പിന്നൊരു 5:15 ആകുമ്പോൾ വീണ്ടും ചാടി എണീക്കും. പിന്നെ ഞാൻ
ഉച്ചയ്ക്ക് അടക്കത്തില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ നമുക്ക് വ്യത്യാസം നമ്മുടെ മുഖത്ത്? എനിക്കിവിടുന്ന് ഇപ്പം ഒരിച്ച് വെയിൽ വന്നു. വ്യത്യാസം വല്ലതും ഉണ്ടോ? വേറെ വെള്ളം എടുത്തു കേട്ടോ. മറ്റേത് ഉള്ള നമ്മുടെ കാപ്പിപ്പൊടിയ നമ്മൾ കഴുകിയിട്ടൊക്കെ വന്ന് കാണിച്ചാൽ വിചാരിക്കും നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ തന്നെ നമുക്ക് കാണിച്ചു തന്നാൽ കുഴപ്പമില്ലല്ലോ അല്ലേ. പിന്നെ എന്നാ ഉപ്പിൻ്റെ ഇല്ല, പക്ഷെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയവർക്കൊക്കെ അറിയാം. അതിന് ചില പെണ്ണുങ്ങളുണ്ട് കുശുമ്പ് പിടിച്ച പൂതനകൾ കേട്ടോ. ഇങ്ങനെ ഞാൻ പറയത്തുള്ളൂ, നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് അങ്ങനെയൊക്കെ കമൻറ്റ് ഉണ്ടായതിനെ. ഒത്തിരി പൂതനകൾ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തുവാ സത്യം നമുക്കറിയാം, മീൻ ഉപ്പിട്ട് തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അഴുക്കും പോവും, അതിൻ്റെ ചെതുമ്പിലൊക്കെ പോകും. നമ്മളങ്ങനെ ചെയ്തതിന് നമ്മളെ കളിയാക്കി പറയുന്നതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. എന്തൊക്കെയാണെന്നോ എനിക്കറിയത്തില്ല പറയുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കുക, നമ്മളെപ്പോലെ നിങ്ങളൊന്ന് ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും, എന്നെപ്പോലുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഒന്നും ചെയ്യുകയും ചെയ്യത്തില്ല, നമ്മളെ അങ്ങോട്ട് കളിയാക്കാനും വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താ പിന്നെ എല്ലാവരും ചെയ്ത് കാണിക്കുന്നത്? എന്തെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടല്ലേ ഇതൊക്കെ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അല്ലേ. നമ്മൾ പാത്തും പതുങ്ങിയൊന്നും അല്ലല്ലോ ഇതൊന്നും ചെയ്ത് കാണിക്കുന്നത്. നമ്മളിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് നമ്മളിങ്ങനെ ഓരോ പരിപാടികൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനൊരു നല്ല വാക്ക് പറയാതെയാണ് ഈ ഒത്തിരി കുശുമ്പി പാറുകളുണ്ട് കേട്ടോ, അമ്മുക്കുട്ടിമാരുണ്ട് കേട്ടോ. അത് ഒറിജിനൽ പേരൊന്നുമല്ല ഞാനീ പറയുന്നത്. അവർ പറയട്ടെ, അവർ പറയാവുന്നിടത്തോളം പറയട്ടെ, നമ്മളെയൊക്കെ കളിയാക്കട്ടെ അല്ലേ. പക്ഷെ പിന്നെ നമുക്ക് വാശിയാവും, നമ്മൾ അടങ്ങിയിരിക്കത്തില്ല അല്ലേ. നമ്മളിങ്ങനെ ചെയ്ത് കാണിക്കും. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായിട്ടായിരിക്കുമല്ലോ നമുക്ക് റിസൾട്ട് നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ചെയ്ത് കാണിക്കുന്നില്ലേ. അതെ, ഞാനേ അടുത്തൊന്ന് നോക്കിയതാട്ടാ. എനിക്ക് ദൂരത്ത് കാണാം, നമുക്ക് വെട്ടം ഇങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് അത്ര കാണാൻ ഒക്കത്തില്ല കേട്ടോ. മൂക്കുത്തിയൊക്കെ കറുപ്പായോ, കാപ്പിപ്പൊടിയുടെ കളറായോ. വെള്ളക്കല്ലയിലെ മൂക്കുത്തി ഇപ്പം കാപ്പിപ്പൊടിയുടെ കളറൊക്കെ ആയി. ഇല്ല, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ആ കറുത്ത കുത്തുകളും കുഴികളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. നല്ല കരിവാളിപ്പും ഒക്കെ മാറിക്കിട്ടും. നമുക്ക് ആ മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും ആയതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ കിട്ടും ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രമേ, വേറൊന്നും നമ്മൾ എടുത്തില്ലല്ലോ. എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് അല്ലേ നിങ്ങൾ പറ. അപ്പോൾ ബാക്കി വരുന്നത് നിങ്ങൾ കളയരുത്, കയ്യിലെ തേച്ചോണം കേട്ടോ, കളയരുത്. എനിക്ക് ബാക്കി വരുന്നതൊക്കെ ഞാൻ കയ്യിലൊക്കെ തേക്കും കേട്ടോ, കളയരുത്. കൈയൊക്കെ അങ്ങോട്ട് കളറൊക്കെ വയ്ക്കട്ടെ കേട്ടോ, കളയരുത്. എനിക്കിപ്പോൾ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കൈമേൽ തേക്കാനത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്പും ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോഴും നമ്മുടെ വീഡിയോ ഒക്കെ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.